ഹായ്, SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇമോഷണൽ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേർക്കും ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് ഇമോഷണൽ സേഫ്റ്റി ആ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ സേഫ് ആണെന്നുള്ള തോന്നൽ ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോഴേ ബന്ധം മുന്നോട്ട് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം നമ്മളെ ഒരാളോട് അടുപ്പിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പ് നമുക്കൊരു വീട് പോലെ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ ബന്ധത്തിൽ നമുക്ക് സമാധാനം സന്തോഷവും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇമോഷണൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇമോഷണൽ സേഫ്റ്റി നിങ്ങളുടെ പങ്കാളിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിധിക്കുമെന്ന ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവരോട് പെരുമാറുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ആ റിലേഷൻഷിപ്പിൽ ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതുകൊണ്ട് നിങ്ങളും അവരുടെ അടുത്ത് പറയുന്ന സമയത്ത് അത് കേൾക്കാൻ അവർക്ക് യാതൊരു പേടിയും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള മുൻവിധിയും ഇല്ലാതെ ആയിരിക്കും ഓരോ കാര്യം കേൾക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഫ്രണ്ടിനോട് എന്ന പോലെ എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റും. അവരും അതേപോലെ തന്നെ ആയിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ അവർക്ക് പ്രത്യേകിച്ച് പറയണ്ടേ എന്നുള്ള സംശയമോ പേടിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. ബിക്കോസ് അവർ ഭയങ്കര സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒരു മുൻവിധിയും ഇല്ലാതെ കാര്യങ്ങൾ കേൾക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ എല്ലാം ഓപ്പണായിട്ട് നിങ്ങളോട് പറയും, നിങ്ങളും അതേപോലെ ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ബഹുമാനം ഒരിക്കലും നഷ്ടമാവില്ല എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ വഴക്കിടുന്ന സമയത്തും മോശം വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുക, അങ്ങനെയൊന്നും അവരൊരിക്കലും നിങ്ങളെ ചെയ്യില്ല. അപ്പോൾ നിങ്ങളും അതേ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ഒരു വഴക്ക് ഒരു സമയം കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും, വീണ്ടും നിങ്ങൾ ഒന്നാവും. മാത്രമല്ല അവർക്കും ആ ഒരു സേഫ്റ്റി, എത്ര വഴക്കുണ്ടായി കഴിഞ്ഞാലും എൻ്റെ പാർട്ട്ണറാണ് എന്നുള്ള ഒരു സംഭവം അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ ഈ വഴക്ക് വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു പേടി അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരിക്കില്ല. ബിക്കോസ് അവർക്ക് അറിയാം നിങ്ങൾ എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളെ അപമാനിച്ച് സംസാരിക്കുകയോ ബഹുമാനമില്ലാതെ പെരുമാറുകയോ ഒന്നും അവർ ചെയ്യില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ ദുർബലമായിട്ട് തോന്നുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സമയത്ത് പോലും നമുക്കൊരു പിന്തുണ അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഡൗൺ ആയി പോകും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പോലും എത്ര വലിയ പ്രശ്നം വന്നു കഴിയുമ്പോഴും നിങ്ങൾക്ക് അവരുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല നിങ്ങളിലും ആൾ അത്തരത്തിലുള്ള അത്രയും സേഫായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ രീതിയിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളാവണമെന്നില്ല, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കണതും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള എത്ര വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇട്ടിട്ട് പോകുകയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുക, ആ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്തുണ നൽകാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം, സ്വന്തം അതിരുകൾ അവരെപ്പോഴും മാനിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പം നിങ്ങൾ അവരുടെ അടുത്ത് പറയാണ്, ഇല്ല ഇത് ചെയ്യരുത്, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നായിരിക്കും അവർ പറയുക. ഒരിക്കലും അവർക്കിഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങളെ വിഷമിപ്പിക്കാനൊന്നും ട്രൈ ചെയ്യില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവർക്കറിയാം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അതിൽ കയറി ഇടപെടരുത്, ആ ഒരു അതിര് നമ്മൾ ലംഘിക്കരുത് എന്നൊക്കെ പറയുമല്ലോ, അതവർക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഇനി നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ ആൾ ശ്രമിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സേഫായിട്ട് ഫീൽ ചെയ്യും. ഇമോഷണലി നിങ്ങൾ ഭയങ്കര സേഫായിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ തന്നെ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു പേഴ്സണിന്റെ ആ ഒരു പെരുമാറ്റം കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അവർക്കിപ്പോൾ എന്തൊക്കെ കാര്യം വേണം, എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറ്റില്ല എന്ന് നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കാൻ ശ്രമിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തെ അവർ ബഹുമാനിക്കും എന്നുള്ളത്, സ്വന്തം അതിരുകളെ മാനിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവർ. അങ്ങനെ അവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി സേഫ്റ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. അവരാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ സോറി വന്ന് പറയും. അവർക്ക് യാതൊരു രീതിയിലുള്ള ജാടയോ മടിയൊന്നും ഉണ്ടായിരിക്കില്ല. ഈഗോ ഒന്നും
അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നോർമലി എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഈഗോ ഒക്കെ ഉണ്ടായിരിക്കാം. അതല്ലാതെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഞാൻ എങ്ങനെ ഈഗോ വെച്ചിരുന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് നഷ്ടമാകുന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർ വന്ന് സോറി പറയും. അതായത് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ മുൻകൈ എടുക്കാൻ അവർക്ക് എപ്പോഴും അവരതിന് ശ്രമിക്കും, അല്ലെങ്കിൽ അതിനൊരു മനസ്സ് അവർ കാണിക്കും എന്നുള്ളതാണ്. ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. അപ്പൊ അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളോടുള്ള ഇഷ്ടമാണ്, നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്, നിങ്ങൾക്ക് അത്രയും ഫ്രീഡവും സ്നേഹവും അവർ തരുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സേഫാണ്, നിങ്ങൾ ഇമോഷണലി സേഫാണ്. മാത്രമല്ല ആ ഒരാൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആൾ ഭയങ്കര സേഫായിട്ട്, ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, തെറ്റുകൾ സംഭവിച്ചാലും അത് പരിഹരിക്കാൻ ആൾ ശ്രമിക്കും എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും വഴക്കുകൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയില്ല. അതായത് ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വഴക്കുകൾ ഇല്ല എന്നുള്ളതല്ല. വഴക്കുകൾ സംഭവിക്കും എന്നുള്ളത് വാസ്തവമാണ്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. പക്ഷേ എത്ര വഴക്കുകൾ ഉണ്ടായാലും നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, അതിന് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അത് രണ്ടുപേർക്കും ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പേടി ഉണ്ടാവില്ല. സോ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളെപ്പോലെ തന്നെ അവരും റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്, അത്രയും സേഫാണ്, സെക്യൂർ ആണെന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത്. ഇമോഷണൽ സേഫ്റ്റിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇത്രയും ആണ് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് വേണ്ട കൃത്യമായ സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തുകയാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്